സ്റ്റുഡൻസ്, നമുക്ക് വേറൊരു പ്രോബ്ലം കൂടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നോക്കാം. ഡിറ്റർമൈൻ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി symmetric eye section shown in the figure about its centroidal axis xx and yy. Also determine the moment of inertia about a centroidal axis perpendicular to xx and yy. നമുക്ക് രണ്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം നമ്മൾ എക്സ് വൈ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സെക്ഷൻ അബൌട്ട് പെർപെൻഡിക്കുലർ ടു എക്സ് എക്സ് ആൻഡ് വൈ വൈ. പെർപെൻഡിക്കുലർ ടു എക്സ് എക്സ് ആൻഡ് വൈ വൈ എന്ന് പറയുമ്പോൾ ഇസഡ് ആക്സിസ് ഇല്ലെങ്കിൽ അപ്പൊ അത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഫിഗർ വരച്ചിട്ട് ചെയ്യാം. അപ്പം ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് മുകളിൽ 200 mm ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ 200 mm, ഇത് 250 ഉണ്ട് ഇത്രയും. പിന്നെ ഇത് 9 mm ആണ് ഇതിന്റെ ത്രൂ ഔട്ട് തിക്നെസ് ഫുൾ ആയിട്ട്. ഇത് സിമെട്രിക്കൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം ഇത് സിമെട്രിക്കൽ ആണ്. വിച്ച് മീൻസ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഈസിലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ലൈൻ വെച്ചാൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ വൈ ആക്സിസ് ആയിട്ട് എടുക്കാം. വൈ ആക്സിസ് ഇതായിരിക്കും. എക്സ് ആക്സിസ് സിമെട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം, അല്ലെ? ഇങ്ങനെ ഇത് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാം. മുകളിലും താഴെ ഒരേപോലെ വരുന്നുണ്ട്, സെയിം ആയിട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കണം എന്ന് പോലും ഇല്ല. മനസ്സിലായി? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴും ഇത് ഈക്വൽ പാർട്ടാണ്. ഇങ്ങനെ നമ്മൾ വൈ വൈയിൽ ഡിവൈഡ് ചെയ്യുമ്പോഴും ഇത് ഈക്വൽ പാർട്ടാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴും ഇവിടെ രണ്ട് ടി സെക്ഷൻ പോലെ കിട്ടും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സി സെക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് സിമെട്രി ആണ്. അപ്പൊ ഇതിന്റെ എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ കൂടെ തന്നെയാണ് പാസ് ആവുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു പഴയതുപോലെ. അപ്പൊ ഇവിടെ ആ സ്റ്റെപ്പ് വരുന്നില്ല. അപ്പൊ ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് മാറിയായിരിക്കും. അതെന്ന് പറയുന്നത് ഈ 250യുടെ പകുതി തന്നെയായിരിക്കും, 125 ഇത് ഇത്രയും ഉള്ളത്. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇവിടെയും പക്ഷെ നമുക്ക് എത്ര ആയിട്ടാണോ നമുക്ക് ഇവിടെ 3 റെക്ടാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരെണ്ണം കൊടുക്കാം, ഇവിടെ ഒരു ആക്കാം. ഇതിനെ നമുക്ക് 1 എന്ന് പേരിടാം. ഇത് ചെറിയ, ഇതിന് 2, ഇതിന് 3. അപ്പൊ അങ്ങനെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇനി നമുക്ക് ഏരിയ ഒക്കെ കണ്ടുപിടിക്കാം. ഏരിയ A1 എന്ന് പറയുന്നത് ഫസ്റ്റിന്റെ ഏരിയ. അതപ്പോ 200 into 9 അവിടെ കിടന്നോട്ടെ. നമുക്ക് വാല്യൂ കൊടുത്തേക്കാം mm². ഇനി A2 എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിൾ. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് നമുക്കറിയാം 9 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഫുൾ ആണ് 250. അപ്പൊ ഇവിടുന്ന് ഒരു 9 മൈനസ് ചെയ്യണം, ഇവിടുന്ന് ഒരു 9 മൈനസ് ചെയ്യണം. അപ്പൊ 18 mm മൈനസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി നടുക്ക്, സോറി, ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നടുക്കത്തെ ഇതുണ്ടല്ലോ, ഇതിൽ നമ്മൾ വെബ് എന്നാണ് പറയുന്നത്. ആ വെബിന്റെ 6.7 മാത്രമേ ഉള്ളൂ. ഇതിന്റെ തിക്നെസ് 6.7 ആണ്. ഈ ചെറിയ തിക്നെസ് 6.7 mm ആണ്. ഇത് 9 mm, ഇത് 9 mm. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 6.7 into b into h. h എന്ന് പറയുമ്പോൾ 250 minus 9 minus 9 വരും. അത് നമുക്ക് ഇത്രയും mm കിട്ടും. ഇനി A3 എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് 200 into 9 equal to അത്ര നമുക്ക് A1 A2 A3യുടെ ഒക്കെ കിട്ടി. mm². യൂണിറ്റ്സ് എപ്പോഴും നിങ്ങൾ ഇടണം, ഇല്ലെങ്കിൽ അതിന്റെ മാർക്ക് പോകും. അതിന് ടോട്ടൽ ഏരിയ A എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സാധനം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ആർക്കും ഇപ്പോഴും അറിയത്തില്ല, പഠിക്കാൻ വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്കറിയാം ഇതിന്റെ കറക്റ്റ്
സെന്റർ ആയിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എത്ര ഹൈറ്റ് ആയിരിക്കും ഇതിന്റെ സെൻട്രോയിഡ് വരുന്ന ഹൈറ്റ്? സെൻട്രോയിഡ് വരുന്നത് അപ്പം 250/2 എന്ന് പറയുമ്പോൾ 125 mm ആണ് ഇത്രയും ഡിസ്റ്റൻസ്. ഇത്രയും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ബാക്കിയൊക്കെ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഞാനൊരു ലൈനും കൂടെ വരച്ച് കാണിച്ചു തരാം. വേറൊരു കളർ യൂസ് ചെയ്യാം. ആദ്യം ഇപ്പൊ നമ്മള് എക്സിന്റെ ആദ്യം നമ്മൾ ഈ ആക്സിസ് വെച്ചിട്ട് ഇതിന്റെ കണ്ടുപിടിക്കും. കാരണം ഇതിന്റെ സെൻട്രോയിഡ് കറക്റ്റ് നടുക്കൂടാണ്. അടുത്തത് ഇവിടുത്തെ ഇത് കണ്ടുപിടിക്കാം. ഇതിപ്പം കോയിൻസൈഡ് ചെയ്യും, ഇവിടെ സെയിം ആയതുകൊണ്ട്. ഇത് x1 ആണ്, ഇത് x, ഇത് 2, ഇത് 2. അടുത്തത് 3. ഇത്രയാണ് നമ്മൾ എക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെ എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിന്റെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഇത് ട്രാൻസ്ഫർ ചെയ്യും, ഇത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അത് നമുക്ക് x(1) നോക്കാം. x(1) എന്ന് പറയുന്ന ഈ മുകളിലത്തെ റെക്ടാങ്കിൾ BD3/12. അടുത്ത B 200 D³ എന്ന് പറയുമ്പോൾ 9³ /12. ഇനി IXX2 ഈ ചെറിയ റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ ഇതിന്റെ ഹൈറ്റ് ഇത് 250 മൈനസ് 18 ചെയ്യണമല്ലോ. അപ്പൊ 232 ഇൻറ്റു ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. അത് തെറ്റരുത്. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 6.7. ഡി എന്ന് പറയുന്നതാണ് 232 3 / 12. ഇനി x3 എന്ന് പറയുന്നത് അതും BD3/12. ഇവിടുത്തെ ബി 200/12. ഇതെല്ലാം. ഇനി ഇതിന്റെ എല്ലാം നമുക്ക് h1 h2 ഒക്കെ കണ്ടുപിടിക്കാം. h1 എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന്റെ h1 സെയിം തന്നെയാണ്. ഇവിടുത്തെ h2 വ്യത്യാസം വരുന്നില്ല. h3 എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. h1 എന്ന് പറയുന്നത് നമുക്കറിയാം 125 ആണ്. അപ്പൊ ഇത്രയും കൂടെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് സുഖമായിട്ട് കിട്ടും h1 എന്ന് പറയുന്നപ്പം ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിൽ ഇത് മൈനസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് യൂസ് എടുക്കാം. ഇവിടുന്ന് ഇവിടം വരെ 125 ആണെന്നറിയാം. നമുക്ക് ടോട്ടൽ ഇത്ര 125 ആണെന്നറിയാം. 125 4.5 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. അവിടെ തന്നെ ഞാൻ എഴുതിയേക്കാം. എന്ന് പറയുന്നത് 125 മൈനസ് 4.5 ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. എന്ന് പറയുമ്പോൾ 5 അത്രയാണ് വന്നത്. അപ്പൊ h1 എന്ന് പറയുന്നത് 125. h2 എന്ന് പറയുന്നത് ഇല്ല, 0 ആണ്. h3 അത് തന്നെ വരും. ഇത്രയും ഡിസ്റ്റൻസ് ആണല്ലോ. ഇത്രയും ഡിസ്റ്റൻസ് ഇവിടം വരെയുള്ള 125 ആണെന്നറിയാം. അതിൽ നിന്ന് ഇത്രയും കുറച്ചാൽ മതി, 4.5, which means അത് 120 തന്നെ വരും. 120.5. അതല്ല. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ മെയിൻ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ മെയിൻ ഇക്വേഷൻ IX1 plus A1 square plus IX2 plus അവിടെ വേണം ചെയ്യണ്ട, കാരണം ഇത് സെയിം തന്നെ ആയതുകൊണ്ട് h2 0 ആയതുകൊണ്ട് അത് 0 ആയിട്ട് പോകും. അല്ല വേണ്ട, കൺഫ്യൂഷൻ വേണ്ട, ഞാൻ അതും കൂടെ എഴുതിയേക്കാം. A2 h2 square plus x3 plus A3 h3 square. ഇത്രയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 20 into 9³ / 12 plus A എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ 200 into 9
ഇൻറ്റു h സ്ക്വയർ എന്ന് പറയുന്നത് 120 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ടേമായി പ്ലസ് അടുത്ത ടേമിൽ h2 0 ആയതുകൊണ്ട് അത് 0 പോകും. അപ്പൊ ഞാൻ എഴുതുന്നില്ല. 6.7 ഇൻറ്റു 232 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് അടുത്തത് എടുക്കണം. അടുത്തെടുക്കുമ്പോൾ അടുത്തത് 200 ഇൻറ്റു 9 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A3 എന്ന് പറയുമ്പോൾ 200 ഇൻറ്റു 9 അടുത്ത ഏരിയ ഇൻറ്റു 120.5 സ്ക്വയർ. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കിട്ടും. ടോട്ടൽ വരുന്നത് എന്തോ 59 ലാക്കോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. 59 അല്ല, 5 crore വരും. അങ്ങനെ ടെസ്റ്റിൽ ആൻസർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളും അത് നോക്കണം. n/4. അപ്പം ഇത് കിട്ടി. ഇനിയിപ്പോ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടണം? വൈയുടെ ചെയ്യണം. വൈയുടെ നമുക്ക് ചെയ്യാം. നമ്മൾ വൈയുടെ ചെയ്യാൻ പോകണം. വൈയുടെ ചെയ്യുമ്പോൾ നമ്മൾ ആക്സിസ് വരയ്ക്കണം. വൈയുടെ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. വൈയുടെ നോക്കുമ്പോൾ ഈ സ്മോൾ ഈ വണ്ണിന്റെ വൈ എവിടെ? ഇവിടെ തന്നെയാണ് പോകുന്നത്. വൈയുടെ വൈ എന്ന് പറയുന്നതും ഇതിന്റെ വൈ എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഇതിന്റെ അതേ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അതിന്റെ എല്ലാ എച്ചിന്റെ ടേം അപ്പൊ എന്താ പാരലാക്സിസും കൊടുക്കണ്ട. കാരണം ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു ഫിഗറിന്റെ വൈ ആക്സിസിൽ കൂടെ തന്നെയാണ് ഇത് പോകുന്നത്. അപ്പൊ മാറുന്നില്ല. ഈ ഒരു റെക്ടാങ്കിൾ എടുക്കുമ്പോൾ അതിന്റെ വൈ ആക്സിസ് ഇതിന്റെ വൈ ആക്സിസും സെയിം ആണ്. ഇവിടെ അതേപോലെ തന്നെ. അപ്പൊ ജസ്റ്റ് അതിന്റെ എല്ലാ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. IYY equal to IY1 plus IY2 plus IY3. IYY1 നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ഈ ആക്സിസിന്റെ ബേസ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി നമ്മൾ എടുക്കുമ്പോൾ. അപ്പൊ ഇതാണ് ഇതിന്റെ BD ക്യൂബ് ബൈ 12. അങ്ങനെ വരുമ്പോൾ ഇത് എഴുതുമ്പോൾ 9 ഇൻറ്റു 200 നേരെ തിരിച്ചു വരുമെന്നേ ഉള്ളൂ. വൈ ആക്സിസ് ആകുമ്പോൾ ഡിവൈഡ് ബൈ 12. അതുപോലെ IY2 എന്ന് പറയുമ്പോൾ ഇതിന്റെ സെക്കൻഡ് വൺ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അത് 232 വരും. 232 ഇൻറ്റു 6.7 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 IY3. അതും അതേപോലെ തന്നെ അതിന്റെ B 9 ആണ്. 9 ഇൻറ്റു 200 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. അതെല്ലാം കൂടെ ഇനി എന്ത് ചെയ്യണം? ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് IYY എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. n/4 അത്രേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടുമായി IXXും IYY. ഇനി നമുക്ക് വേണ്ടത് IZZ ആണ്. കാരണം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. IZ എന്ന് പറയുന്ന IXX പ്ലസ് IYY ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് IZZ ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ റീക്യാപ്പ് പറയാം. ജസ്റ്റ് ഇതിന്റെ നമ്മൾ ചെയ്യേണ്ടത് സിമെട്രി ഉണ്ടോ എന്ന് നോക്കാം. ഇത് സിമെട്രി ആയതുകൊണ്ട് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാം. കാരണം ഇതെല്ലാം സെയിം ആയിട്ട്. അപ്പൊ അതിന്റെ കൃത്യം നടുക്കാന്ന് മനസ്സിലാവും. അപ്പൊ സെൻട്രോയിഡ് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് നമുക്ക് കുറഞ്ഞു. പിന്നെ ജസ്റ്റ് അത് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വൈ ആക്സിസ് അതിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സമയം കളയേണ്ട, വേറെ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു.